പാൽപത്രി ട്രൈ ചെയ്ത് ക്ലിക്കായപ്പോൾ കരുതി എന്നാൽ പിന്നെ പാൽപുട്ടും കൂടെ ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പാൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായി 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 10 രൂപ പാക്കറ്റ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കുതിർത്ത് വെക്കാം. നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കണേ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. തേങ്ങയും പഞ്ചസാരയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്കത് ചൂടോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം പാലിൽ വേണമെങ്കിൽ പുട്ടുപൊടി നനച്ച് വെക്കാവുന്നതാണ്. പാൽപ്പൊടിയാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പാൽപ്പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ട്രൈ ചെയ്ത് നോക്കണേ.